എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾക്ക് റെക്കോർഡിംഗ് തന്നെ സ്റ്റോപ്പായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സ്റ്റോപ്പായി പോയിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡിങ്ങുകളെല്ലാം ഈ താഴെ റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അതിലിങ്ങനെ ഓരോ റെക്കോർഡിങ്ങുകൾ ഇപ്പോൾ പൂത്തോട്ടാറ്റ് ഓഫീസ് ഹോം അങ്ങനെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അപ്ലോഡഡ് എന്ന് ആദ്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഏതെങ്കിലും ഡാറ്റ തന്നെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ കാണിച്ചിരിക്കുന്ന പോലെ ടു അപ്ലോഡ് എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് എന്ന് പറയുന്ന ബട്ടൺ എനേബിൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ സ്റ്റഡി മെറ്റാ ഡാറ്റ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സാധാരണ അടിക്കുന്ന 4 ചോദ്യങ്ങൾക്ക് ഉത്തരം അടിക്കാവുന്നതാണ്. ആ ഉത്തരം അടിച്ചതിന് ശേഷം ബാക്കിൽ വന്നിട്ട് അപ്ലോഡ് ഡാറ്റ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ ഡാറ്റ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്ലോഡ് ആയി കഴിയുമ്പോൾ മുകളിൽ ഇങ്ങനെ അപ്ലോഡിങ് കാണിക്കും. അത് 100% അപ്ലോഡിങ് ആവുന്നവരോട് വെയിറ്റ് ചെയ്യണം. 100% അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അപ്ലോഡ് എന്നുള്ള ഡാറ്റ മങ്ങിപ്പോവും, അത് ഡിസേബിൾ ആവും. അതിനുശേഷം അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ മൊത്തം 10 ഡാറ്റകൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞാലും ഇത് പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഓരോ ട്രിപ്പും ഓൺ ചെയ്യുക. അപ്ലോഡ് എന്നുള്ളത് ഡിസേബിൾ ആണെങ്കിൽ ഓൾറെഡി ഇത് അപ്ലോഡഡ് ആണ്, അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അങ്ങനെ നമുക്ക് ഓരോ ഡാറ്റയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം. ഏതെങ്കിലും ഡാറ്റ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ ബട്ടൺ എനേബിൾഡ് ആയിരിക്കും. അപ്പോൾ ഇത് റെക്കോർഡ് അപ്ലോഡ് ആയിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കും. അപ്ലോഡ് ചെയ്യുക, അതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളയുക. 100% ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. 100% ആയി കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡാറ്റകളെല്ലാം ഡിലീറ്റ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പുതിയ ഡാറ്റ അപ്ലോഡ് ആവുകയുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. താങ്ക് യു സോ മച്ച്.